ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണല്ലേ മുടി കൊഴിച്ചിൽ. അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി കുറച്ചൊക്കെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. മുടി കൊഴിച്ചിൽ വരുമ്പോൾ നമ്മൾ പലവിധ മരുന്നുകളും ഹെയർ ഓയിലുകളും എല്ലാവരും തലയിലായാലും പുരട്ടാറുണ്ട്, കഴിക്കാറൊക്കെയുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും മുടി കൊഴിച്ചിൽ മാറുന്നില്ല. അതിനുവേണ്ടി നമ്മുടെ നിത്യോപയോഗമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും തലമുടി കൊഴിച്ചിലുണ്ടാകാം. പോഷകങ്ങളുടെ കുറവ് മൂലവും തലമുടിയുടെ ആരോഗ്യം മോശമാകാം. തലമുടി നന്നായി വളരാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെയെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം കേട്ടോ. മരുന്നുകൾ കൊണ്ടും ഹെയർ ഓയിലുകൾ കൊണ്ടൊന്നും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ പോകുന്നില്ല. അതിനുവേണ്ടി നമ്മുടെ ജീവിത രീതിയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഹോർമോണുകളുടെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്നെല്ലാം മുടി കൊഴിച്ചിൽ ധാരാളമായി കണ്ടുവരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഫുഡുകൾ നോക്കാം. മുട്ടയിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മുട്ട കഴിക്കുന്നത് തലമുടി വളരാൻ വേണ്ടി വളരെയധികം സഹായിക്കും. മുട്ടയിൽ ധാരാളമായി പ്രോട്ടീനുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമുക്ക് മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 1-2 ദിവസം കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മധുരക്കിഴങ്ങ് ധാരാളം നല്ല ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. ബയോട്ടിൻ അടങ്ങിയ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് തലമുടി വളരാൻ വേണ്ടി സഹായിക്കും. ഇത് ആവിയിൽ വേവിച്ചും ചുട്ടെടുത്തും സാലഡായിട്ടും കറിയായും നമുക്ക് ഉപയോഗിക്കാം. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മധുരക്കിഴങ്ങ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതൊരു മധുരമുള്ളൊരു കിഴങ്ങാണെങ്കിലും ഷുഗറെല്ലാം കുറയാൻ വേണ്ടി മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇപ്പോൾ പുതിയ പഠനങ്ങളെല്ലാം കണ്ടുപിടിച്ചു വരുന്നു. അടുത്തത് അവോക്കാഡോയാണ്. അവോക്കാഡോയിലും ബയോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളരാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. സാലഡായും ബ്രെഡിൻ്റെ കൂടെയും ഫ്രൂട്ടായും എല്ലാം നമുക്കിത് കഴിക്കാം. അവോക്കാഡോയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങിയേക്കണം. കാരണം നമ്മുടെ ആരോഗ്യത്തിനെല്ലാം വളരെ നല്ലതാണ് അവോക്കാഡോ. അടുത്തത് ഡ്രൈ നട്ട്സും സീഡുകളുമാണ്. ബദാം, വാൽനട്ട്, സൂര്യകാന്തി വിത്തുകൾ, ഫ്ലക്സീഡുകൾ തുടങ്ങിയവയൊക്കെ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ കഴിക്കുന്നതും തലമുടി വളരാൻ സഹായിക്കും. മറ്റു പല രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ഇലക്കറികളാണ്. അയൺ ധാരാളമായി അടങ്ങിയ ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ കഴിക്കുന്നത് തലമുടി വളരാൻ വേണ്ടി സഹായിക്കും. എല്ലാ ദിവസവും ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മത്സ്യം ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ പോലുള്ള മത്സ്യം കഴിക്കുന്നത് തലമുടി വളരുവാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു. ക്യാരറ്റ് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ ക്യാരറ്റ് കഴിക്കുന്നത് മുടി വളരാൻ സഹായിക്കും. ക്യാരറ്റ് ചർമ്മ സൗന്ദര്യത്തിനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും എല്ലാം വളരെ നല്ലതാണ്. ഇത് സാലഡായും കറിയായും ജ്യൂസായും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുമെങ്കിലും ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ് മുടി കൊഴിച്ചിൽ വരുന്നതെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് അതിന് പരിഹാരമായിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടെ നമ്മുടെ ഭക്ഷണ രീതിയിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിലും ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം മാറി നല്ലതുപോലെ മുടി വളർച്ചയും നമുക്ക് കിട്ടുന്നതാണ്. ചർമ്മരോഗത്തിനായാലും ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്